നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 8. അങ്ങനെ വീണ്ടും 1.5 ആഴ്ചകൾക്ക് ശേഷം ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്നലെ വെളുപ്പിനെ വരെ ഹോർമൂസിൽ ഇറാന്റെ ഭാഗത്ത് നിന്നും 2 കപ്പലുകൾക്ക് നേരെ മാത്രമേ ആക്രമണം ഉണ്ടായെങ്കിൽ കൂടിയിട്ടും ഇന്നലെ വീണ്ടും പിന്നീട് ഇറാന്റെ ഭാഗത്ത് നിന്നും ഖത്തറിന്റെ LNG ടാങ്കറിന് മുകളിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആകെ ആക്രമിക്കപ്പെട്ട കപ്പലുകളുടെ എണ്ണം 3 ആയിട്ട് വർദ്ധിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്നലെ യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇറാനില് ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയതായിട്ടുള്ള വിശദീകരണം ഒഫീഷ്യലായിട്ട് തന്നെ യുഎസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ യുഎസ് നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ നിർണായകമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാനും ഔദ്യോഗികമായി തന്നെ നൽകുകയും ചെയ്തു. താൽക്കാലികമായിട്ടുള്ള സമാധാന കരാർ നടന്നുകൊണ്ടിരിക്കെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു ആക്രമണത്തെ തുടർന്ന് ഇറാനിയൻ എണ്ണയ്ക്കുള്ള താൽക്കാലിക ഉപരോധ ഇളവ് ഇന്നലെ ചൊവ്വാഴ്ചയോടുകൂടി യുഎസ് റദ്ദാക്കിയതായിട്ടുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ ഹോർമൂസിൽ വെച്ച് ഖത്തറിന്റെ LNG ടാങ്കറിന്റെ മുകളിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് അത് ഷിപ്പിംഗ് മേഖലയിൽ വീണ്ടും ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതും. LNG ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഖത്തർ ഇറാന്റെ ഡെപ്യൂട്ടി അംബാസിഡറെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇന്നും നാളെയുമായിട്ട് ഹോർമൂസും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സുകൾ നമ്മൾ നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ജാഗ്രതയും പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 24,300, 24,200 എന്നീ ലെവലുകൾ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 24,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ മാത്രമല്ല ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ക്രൂഷ്യലാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷർ വർദ്ധിച്ചേക്കാം. എന്നാൽ അതേസമയം ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകും െങ്കിൽ 24,500 എന്ന ലെവലും തുടർന്ന് 24,600 എന്ന ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ ശക്തമായിട്ടുള്ളൊരു കുതിപ്പ് ഇനി മുന്നോട്ട് നിഫ്റ്റിക്ക് സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നും ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ എക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. അതേസമയം പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 യുഎസിൽ നിന്നും FOMC മിനിറ്റ്സിന്റെ റിലീസ് നടക്കാനുണ്ട്. ഇന്നലെ ഉണ്ടായ നേരിയ ഇടിവിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിന് തുടർച്ചയായിട്ടുണ്ടായിരുന്ന 4 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടം നഷ്ടപ്പെട്ടെങ്കിലും തുടർച്ചയായി ഇന്നലെ 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് ബൈയിങ് തുടർന്നു. ഏകദേശം 393.19 കോടി രൂപയ്ക്കാണ് അവർ ബൈയിങ് നടത്തുകയും ചെയ്തത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 383.43 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് ഇന്നലെ നടത്തുകയും ചെയ്തത്. ഇന്ന് ആകെ ഒരു IPOയുടെ ലിസ്റ്റിംഗ് ആണുള്ളത്. നാക് പാക്കേജിംഗിന്റെ ലിസ്റ്റിംഗ് ഇന്ന് മെയിൻ ബോർഡിലേക്കാണ് ഉള്ളതും. എംഫസൈസ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ബ്ലിസ് GVS ഫാർമ, അന്ന ജോസഫ് ഹോസ്പിറ്റൽ, കേസർ ടെർമിനൽസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, മൊറാർക്ക ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡന്റ് ഡേറ്റ് ആണ് ഇന്ന്. മാത്രമല്ല ഗുജറാത്ത് ഇൻജെക്ട് കേരളയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ എക്സ് ഡേറ്റ് ആണ് ഇന്നും. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് 0.5%, HDFC ബാങ്കിന് 1%, ICIC ബാങ്കിന് 1.25% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ADRന് 1.25%, ഇൻഫോസിസിന് 3.5%, വിപ്രോയ്ക്ക് 0.5% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ US മാർക്കറ്റുകളിൽ FOMC മിനിറ്റ്സിന്റെ റിലീസ് ഇന്ന് വരാനിരിക്കെ മാർക്കറ്റും നിക്ഷേപകരും ജാഗ്രത പുലർത്തുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. സാംസങ്ങിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് ബെറ്റർ ആയിട്ട് വന്നെങ്കിലും ഈ അടുത്ത കാലത്ത് AI നേതൃത്വത്തിൽ നടന്ന ശക്തമായ റാലിയിൽ വീണ്ടും മാർക്കറ്റിന് സംശയങ്ങളും അതേസമയവും ഭയവും ഉടലെടുത്തതിനെ തുടർന്ന് ഇന്നലെ വീണ്ടും യുഎസിലെ IT ചിപ്പ് മേക്കിംഗ് മേഖലയ്ക്ക് ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. ഇതിലേക്ക് നയിക്കുവാൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ്സീക്ക് സ്വന്തമായിട്ട് AI ചിപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വന്നതും ഇന്നലെ US മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ക്ഷീണമേൽപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്നലെ NVIDIAയ്ക്ക് മാത്രം 1.8% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. കൂടാതെ ഇന്റലിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 8.2%, മൈക്രോണിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 7.3%
ഇടിവിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു. തുടർന്ന് സെമികണ്ടക്ടർ ഇൻഡെക്സിന് 5.5% ഇടിവും നേരിട്ടു. തൽഫലമായി ഇന്നലെ US മാർക്കറ്റില് S&P 500 0.5%-അടുത്തും നാസ്ഡാക്കിന് 1%-ലേറെയും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല US ഡോ ജോൺസ് ഫ്യൂച്ചറും നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ന്റെയും ജർമ്മൻ മാർക്കറ്റിന് 1.5%-അടുത്തും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 0.5%-അടുത്തും നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. എണ്ണയുടെ വിലയിൽ ശക്തമായ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2.5%-അടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.5%-ലേറെയും ഉയർച്ച അനുഭവപ്പെടുമ്പോൾ ഗോൾഡിന്റെ വിലയിലും 0.5%-അടുത്ത് ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $72.94 ക്രൂഡ് ഓയിലിന്റെ വില അതിശക്തമായി ഉയർന്നുകൊണ്ട് $72.27 പെർ ബാരൽ നിലയിലേക്കും എത്തിച്ചേർന്നപ്പോൾ ഗോൾഡിന്റെ വില $425.06 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്ന് മുതൽ ട്രേഡേഴ്സ് നിഫ്റ്റിയുടെ ഈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി സെഗ്മെന്റിലേക്ക് എൻ്റർ ആവുകയാണ്. ഇന്നത്തോടുകൂടി അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്കിലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. എങ്കിലും PCR 0.91 എന്ന നിലയിലും മാക്സ് പെയിൻ 24,400 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നതും. കഴിഞ്ഞ തിങ്കളാഴ്ചയും തുടരുവാനായ നേട്ടത്തെ തുടർന്ന് ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷം അഥവാ ഫെബ്രുവരി 26 ശേഷം നിഫ്റ്റിക്ക് അതിന്റെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200-ഡേ EMA തിരിച്ചു പിടിക്കുവാനായെങ്കിലും ഇന്നലെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് 200-ഡേ EMAയിലുള്ള നിഫ്റ്റിയുടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. എങ്കിലും ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-ഡേ EMA 20-50-ഡേ EMAകളുടെ മാത്രമല്ല 100-ഡേ EMAനെയും മറികടക്കുകയും ചെയ്തു. RSI 63.02 എന്ന നിലയിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നൊരു പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ മാറി മറിയാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ടും നിലവിലെ വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റിയിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്കും 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആക്സിസ് ബാങ്കിന്റെ നോൺ എക്സിക്യൂട്ടീവ് പാർട്ട് ടൈം ചെയർമാനായിട്ട് ശ്രീ NS വിശ്വനാഥനെ വീണ്ടും നിയമിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഗണേഷ് ഇൻഫ്രാ വേൾഡ് കമ്പനിയുടെ സബ്സിഡറിയായ ടൈക്കൂൺ മൈൻസ് GKക്ക് സബ് കോൺട്രാക്ട് ബേസിസിൽ 100 കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചു. ഐഡിയ ഫോർജ് ടെക്നോളജി കമ്പനി ജൂലൈ 7 ഇന്നലെ മുതൽ QIP ആരംഭിച്ചിട്ടുണ്ട്. ഓഹരി ഒന്നിന് 835.86 രൂപ എന്ന നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നതും. UNO മിൻഡ 4 വീലർ യാത്രാ വാഹനങ്ങൾക്കായിട്ടുള്ള സീറ്റിംഗ് സംവിധാനങ്ങളുടെ മേഖലയിലേക്ക് തങ്ങളുടെ പ്രവർത്തനം തന്ത്രപരമായിട്ട് വിപുലീകരിക്കുന്നതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. സിൽവർ ടച്ച് ടെക്നോളജീസ് AI അധിഷ്ഠിത ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട്, അതായത് DPRകളുടെ വിലയിരുത്തൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ പ്രകാശിന്റെ രൂപകൽപ്പന, വികസനം, നടപ്പിലാക്കൽ എന്നിവയ്ക്കായി റൈറ്റ്സിൽ നിന്ന് കമ്പനിക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചു. EMS ഡൽഹി ജൽ ബോർഡിന്റെ ഒരു മലിനജല സംസ്കരണ പദ്ധതിക്കായി ഏറ്റവും കുറഞ്ഞ തുകയ്ക്കുള്ള കോട്ട് ചെയ്ത കമ്പനിയായി ഇവർ മാറി. ഏകദേശം പദ്ധതിയുടെ മൂല്യം വരുന്നത് 158.28 കോടി രൂപയാണ്. 3i ഇൻഫോടെക് കമ്പനിയുടെ സബ്സിഡറിയായ 3i ഇൻഫോടെക് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് LLCക്ക് UAEയിലെ വേദാന്ത് കൺസൾട്ടൻസി FZ LLCയിൽ നിന്ന് 17.65 മില്യൺ UAE ദർഹത്തിന്റെ ഓർഡർ ലഭിച്ചു. അദാനി എന്റർപ്രൈസസ് 2,883 രൂപ പെർ ഷെയർ എന്ന നിലയിൽ 15,000 കോടി രൂപ സമാഹരിക്കുന്നതിനായിട്ട് കമ്പനി നടത്തിയ QIP ഇന്നലത്തോടുകൂടി വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് ക്ലോസ് ചെയ്തു. ഓർബിറ്റ് എക്സ്പോർട്സ് ഓഹരി ഒന്നിന് 250 രൂപ നിരക്കില് 27.6 കോടി രൂപ വരെയുള്ള ഷെയർ ബൈബാക്കിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. എംബസി ഡെവലപ്മെന്റ്സ് ക്വാർട്ടർ 1 ബിസിനസ് അപ്ഡേറ്റില് ഇയർ ഓൺ ഇയർ ബേസിസിൽ
കമ്പനിയുടെ പ്രീ സെയിൽസിൽ 338% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ കളക്ഷൻസിലും 54% വർധനവും രേഖപ്പെടുത്തി. ഇൻഡിഗോ ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ട മെയ് മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള എയർ ട്രാഫിക് ഡാറ്റയിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ 65% നിന്നും 64.9% നേരിയ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പാസഞ്ചർ ലോഡ് ഫാക്ടറിൽ 82.7% നിന്നും 86.4% വർധനവും രേഖപ്പെടുത്തി. സ്പൈസ് ജെറ്റ് മെയ് മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള എയർ ട്രാഫിക് ഡാറ്റയിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിൽ 3.4% നിന്നും 2.5% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പാസഞ്ചർ ലോഡ് ഫാക്ടറിൽ 80.7% നിന്നും 87.4% ഉയർച്ചയും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.